ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് മിനി സൺഫ്ലവറാണ്. അപ്പം ഇത് ഞാൻ സീഡ് വെച്ചാണ് ഗ്രോ ചെയ്തത്. ഇപ്പം നല്ല രസമാണ് ഇത്. നമ്മുടെ ഇപ്പം സമ്മറിൽ സമയത്ത് നമുക്ക് പൂവൊന്നും ഇല്ലെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ഫ്ലവറാണ്. അപ്പം ഇതിൻ്റെ ഒത്തിരി പപ്സും ഒത്തിരി ബ്രാഞ്ച് വരും. ഒരു തെറ്റ് ചെയ്യൽ, ഇതിന് നമ്മൾ ഇങ്ങനെ വളരാൻ കൊടുക്കല്ലേ. ഇപ്പം ഇത് ഒത്തിരി ദിവസം മുമ്പ് തനത്താനെ വന്ന് കിളിച്ച ഒരു ചെടിയാണ്. സീഡ്സ് എപ്പോഴേലും ആ സമയത്ത് കാണുമായിരിക്കും. അപ്പം അങ്ങനെ വീണതാണ്, അപ്പം അങ്ങനെ കിളിച്ച് വന്നതാണ്. അപ്പം ഇതിന് നല്ല ബുഷി കൊടുക്കണം. ബുഷി കൊടുത്താലേ ഇത് എല്ലാ സ്ഥലത്തും നല്ലതായിട്ട് ഇത് ബ്രാഞ്ച് വന്ന് നല്ല ഫ്ലവറിങ് ആവും. അപ്പം ഇച്ചിരി ഇപ്പം നോക്ക്, ഇത്രയും വലുതായില്ലേ ഒരു പ്ലാന്റ് ഞാൻ കാണിക്കുക. ഇത്ര ആകുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കണം. പിഞ്ച് ചെയ്ത് കൊടുത്താൽ ഇത് മൊത്തം ഓരോരോ ഇലയിൽ മൊത്തം പുതിയ ബ്രാഞ്ചും വരും, പുതിയ ഷൂട്ട് എല്ലാം ഇറക്കും. അപ്പോൾ അതിനകത്ത് മൊത്തം ബഡ്സ് കിളിച്ച് വരും. അപ്പോൾ ഇങ്ങനെ നീണ്ടതായിട്ട് അതിന് കാണാനൊരു ഭംഗിയില്ല. പൂ നല്ല രസമുണ്ട്, പക്ഷേ അതാ നമുക്ക് ഇങ്ങനെ ഖാലിയായിട്ട് കാണത്തില്ലയോ, അതൊരു തെറ്റ് ചെയ്യില്ല. ഇപ്പം നിങ്ങൾ സീഡ്സ് വെച്ച് ഗ്രോ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇത് സീഡ്സ് ഉണ്ട്, ഞാനിന്ന് ഇപ്പം പാകാൻ പോവുക. ഇത് തന്നെത്താനെ കിളിച്ച് വന്നതായിരുന്നു. പോയ വർഷം ഈ ചട്ടിക്കകത്തായിരുന്നു ഞാൻ ഈ പ്ലാന്റ്സ് കിളിപ്പിച്ചത്. അതുകൊണ്ട് അതിൻ്റെ സീഡ്സ് ഉണ്ടായിരിക്കും, അത് തന്നെത്താനെ ഇപ്പം കിളിച്ച് വന്നത്. അപ്പം ഈ ടിപ്സാണ്. ഇത് നിങ്ങൾ വളരാൻ കൊടുക്കല്ലേ, ഉടനെ തന്നെ ഇത് പിഞ്ച് ചെയ്യണം. വേണ്ട ഇപ്പം ഇതിനകത്ത് കണ്ടോ, ഇത് വരാൻ തുടങ്ങുന്നുണ്ടോ ബേർഡ്സ്. അപ്പോൾ ഇത് പിഞ്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് എല്ലാം ബ്രാഞ്ച് വരും. താങ്ക് യു സോ മച്ച്.